നമസ്തേ. ഇത് ഇംഗ്ലീഷ് വർഷം 2026. ഇപ്പോൾ കൊല്ലവർഷം 1201 ആണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യാബ്ദം 79. ഭാരതം സ്ഥാപിതമായിട്ട്, അതായത് പാണ്ഡവാബ്ദം 5127 28 ആണ്ട്. അതായത് കലിയുഗം തുടങ്ങിയിട്ട് 5127 ആണ്ട് കഴിഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാൻ ജീവിച്ചിരുന്ന ദ്വാപരയുഗം കഴിഞ്ഞിട്ട് 5127 വർഷം കഴിഞ്ഞു. 28 ആണ്ടിലേക്ക് എത്തി. അപ്പോൾ അങ്ങനെ കിടക്കുമ്പോൾ രാമായണം ഏത് കാലഘട്ടത്തിലായിരുന്നു? കൃഷ്ണനേക്കാൾ 1000 വർഷം മുമ്പാണ്, 2000 വർഷം മുമ്പാണ്, 10000 വർഷം മുമ്പാണോ, 1,00,000 വർഷം മുമ്പാണോ? ചിന്തിച്ചിട്ടുണ്ട്? ഈ കലിയുഗം തുടങ്ങിയിട്ട് 5127 28 ആണ്ട് എന്ന് പറയുമ്പോൾ കലിയുഗത്തിൻ്റെ മൊത്തം ദൈർഘ്യം എന്ന് പറയുന്നത്, ഒരു യുഗ ദൈർഘ്യം എന്ന് പറയുന്നത് 4,32,100 വർഷമാണ്. 4,3,2,1,0,0. പേടിക്കേണ്ട, നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. കൽപ്പാന്തം ഇപ്പോൾ അടുത്ത് എത്തില്ല. ഈ കലിയുഗത്തിൻ്റെ ദൈർഘ്യത്തിൻ്റെ ഇരട്ടിയാണ് ദ്വാപരയുഗം. ഒരു യുഗ ദൈർഘ്യമാണ് 4,32,100. ഇങ്ങനെ 2 കലിയുഗത്തിൻ്റെ ദൈർഘ്യമാണ് കഴിഞ്ഞു പോയിട്ടുള്ള ദ്വാപരയുഗത്തിന്. ശ്രീകൃഷ്ണ ഭഗവാൻ ജീവിച്ചിരുന്നത് ആ ദ്വാപരയുഗത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ്. അപ്പോൾ 2 കലിയുഗത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 8,64,200 വർഷം. കലിയുഗത്തിൽ നമ്മൾ പിന്നിട്ട കാലവും ദ്വാപരയുഗവും കൂടി കൂട്ടിയെന്നാൽ ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് എത്താം. അതായത് ഇപ്പോൾ ഏകദേശം 8,69,328 വർഷങ്ങൾക്ക് മുമ്പാണ് ശ്രീരാമചന്ദ്രൻ്റെ ത്രേതായുഗം. നമുക്ക് കേൾക്കുമ്പോൾ വിശ്വസിക്കാനായിട്ട് അല്പം പ്രയാസം കാണും. അത്രയും പഴക്കമുണ്ട് നമ്മളുടെ വേദ കാലഘട്ടത്തിന്. 1000, 10,000, 20,000, 25,000, 2,00,000 വർഷം പഴക്കമല്ല, 8,69,328 വർഷം പഴക്കമുണ്ട് ശ്രീരാമചന്ദ്രനിലേക്ക്. ആദ്യ വേദാന്ത വേദ്യവാക്യൻ്റെ ആ കാലഘട്ടത്തിലേക്ക്, വിശ്വാമിത്രൻ്റെ കാലഘട്ടത്തിലേക്ക്, വസിഷ്ഠൻ്റെ കാലഘട്ടത്തിലേക്ക്, അതുപോലെ തന്നെ സപ്തർഷികളുടെ കാലഘട്ടത്തിലേക്ക് അത്രയും പഴക്കമുണ്ട്. ആ കാലഘട്ടത്തിലാണ് സംഖ്യാശാസ്ത്രം കണ്ടെത്തിയതും അക്ഷരങ്ങളെയെല്ലാം കണ്ടെത്തിയത്. ആ ശ്രീരാമചന്ദ്രൻ്റെ കാലഘട്ടം കഴിഞ്ഞ് എത്ര ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് ശ്രീകൃഷ്ണൻ്റെ ജനനം. സാധുജന പാലനത്തിന് വേണ്ടിയിട്ട് ധർമ്മ സംസ്ഥാപനാർത്ഥം ഭഗവാൻ കൃഷ്ണൻ നേടിത്തന്നതാണ് ഈ ധർമ്മരാഷ്ട്രമായിട്ടുള്ള ഭാരതം. ഇപ്പോൾ 11 അക്ഷോഹിണിക്കെതിരെ 7 അക്ഷോഹിണി കൊണ്ട് അഷ്ടബുദ്ധി ഗുണങ്ങളാൽ അദ്ദേഹം തീർത്ത ആ സ്വർഗഭൂമിയാണ്, ആ ക്ഷേത്രഭൂമിയാണ് ഭാരതം. ഭാരതത്തിൻ്റെ പിറവിക്ക് വേണ്ടിയുണ്ടായ യുദ്ധമാണ് മഹാഭാരത യുദ്ധം. രാമായണവും മഹാഭാരതവും എല്ലാം എന്താണ്? ഭാരതത്തിൻ്റെ ചരിത്രങ്ങളാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും വലിയ മഹാജ്ഞാനികളായിട്ടുള്ളവരുടെ ജീവിത ചരിത്രത്തിൻ്റെ കഥയാണ് രാമായണവും മഹാഭാരതവും എല്ലാം പറയുന്നത്. ഇത് നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചു വെക്കേണ്ട ചരിത്രമാണ്, സ്മൃതികളാണ്. സ്മൃതികൾ എന്ന് പറഞ്ഞാൽ ഓർമ്മകളാണ്. ഇതൊന്നും മറക്കാത്ത ഓർമ്മകളായിട്ട് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. കാരണം രാമായണം ആദ്യ വേദാന്ത വേദ്യവാക്യനായിട്ടുള്ള വേദങ്ങൾക്ക് കാരണമായിരിക്കുന്ന ശ്രീരാമൻ്റെ ചരിത്രമാണ്. അക്ഷരങ്ങളെ കണ്ടെത്തിയ വേദത്തെ ആദ്യമാക്കി വേദ്യമാക്കി ലോകത്തെ യുദ്ധവിചാരത്തിൽ നിന്ന് വേദവിചാരത്തിലേക്ക്, ധനുസിൻ്റെ ലോകത്തു നിന്ന് ധാന്യത്തിൻ്റെ ലോകത്തിലേക്ക് ലോകത്തെ പറിച്ചു നട്ട ആ മഹാജ്ഞാനിയുടെ ചരിത്രമാണ് രാമായണം മെയിനായിട്ട് പറയുന്നതെങ്കിൽ, ഇവിടെ ദ്വാപരയുഗത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ ഈ ധർമ്മരാഷ്ട്രത്തെ സൃഷ്ടിച്ച ശ്രീകൃഷ്ണൻ്റെ ചരിത്രമാണ് മഹാഭാരതം പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഇവിടെ നടന്നതാണ്. ഇതിഹാസം എന്നാണ് പേര്. ഇത് ഇവിടെ സംഭവിച്ചത് എന്നാണ് അർത്ഥം. അത് ചരിതമാണ്. ചരിതം എന്നാലോ ചരിത്രമാണ്. അത് സ്മൃതികളാണ്. ഭാരതത്തിൽ 2 സ്മൃതികളാണ്, സ്മൃതി കാലഘട്ടങ്ങളാണ് രാമായണവും മഹാഭാരതവും ഒക്കെ. ഇപ്പോൾ 2 സ്മൃതികളാണ് രാമായണവും മഹാഭാരതവും. സ്മൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർമ്മകളാണ്. ഓർമ്മകൾ എന്താണ്? ചരിത്രമാണ്. അത് ഒരിക്കലും മായാത്തതാണ്, നമ്മളുടെ മനസ്സിലുണ്ടാകേണ്ടതാണ്. ഇപ്പോൾ മനസ്സിൽ നടക്കുന്ന സംഭവങ്ങളല്ല രാമായണവും മഹാഭാരതവും. നമ്മൾ മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കേണ്ടവയാണ് രാമായണവും മഹാഭാരതവും. ആ ചരിത്ര സംഭവങ്ങളും ആ ചരിത്ര മുഹൂർത്തങ്ങളും ഒന്നും മറന്നുകൊണ്ട് ഒരു ഭാരതീയർക്കും ജീവിക്കാൻ കഴിയില്ല. അത്രയും ബ്രഹ്മാണ്ഡമായിട്ടുള്ള ചരിത്ര സംഭവങ്ങളാണ്, ലോകത്തെ മാറ്റിമറിച്ച ചരിത്ര സംഭവങ്ങളാണ് രാമായണവും മഹാഭാരതവും എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ സ്മൃതികളിലൂടെ വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. അത് നമ്മളുടെ ഓർമ്മകളിലാണ് ഉണ്ടാവേണ്ടത്, സ്മൃതികളിലാണ് ഉണ്ടാവേണ്ടത്. അത് ഇവിടെ സംഭവിച്ചു കഴിഞ്ഞതാണ്. അതിനെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, അതിനെ വിമർശിച്ചു കൊണ്ടിരിക്കുകയല്ല. അതിവിടെ നടന്ന് കഴിഞ്ഞതാണ്. അത്
ഭവിച്ചു കഴിഞ്ഞതാണ്, സംഭവിച്ചു കഴിഞ്ഞതാണ്. നമ്മളുടെ അഭിപ്രായങ്ങൾ കൊണ്ട് ഇതിനെയൊന്നും മാറ്റാൻ പറ്റില്ല. അതിവിടെ സംഭവിച്ചു കഴിഞ്ഞതാണ്. ഞാനിത് പറയാൻ കാരണം നമ്മളുടെ പുതിയ ആത്മീയ ആചാര്യന്മാരൊക്കെ ഓരോരുത്തർ വന്നിട്ട് ഇത് പുറത്തല്ല സംഭവിക്കുന്നത്, രാമായണവും മഹാഭാരതവും എന്നും നമ്മുടെ ഉള്ളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്നും രാമനെയും കൃഷ്ണനെയും ഒന്നും പുറത്ത് തരേണ്ട, ഇതിനകത്ത് കഥാപാത്രങ്ങളെല്ലാം നമ്മളാണെന്നും പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു രീതി ഇപ്പോൾ വ്യാപകമായിട്ട് കണ്ടുവരുന്നുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ പേര് പോലും മാറ്റാൻ പറ്റിയിട്ടില്ല, തലസ്ഥാനത്തിൻ്റെ പേര് പോലും മാറ്റാൻ പറ്റിയിട്ടില്ല ഇന്ദ്രപ്രസ്ഥമാണ്. ചിങ്ങമാസത്തിലെ കറുത്ത പക്ഷത്തിൽ അഷ്ടമി തിഥിയിൽ രോഹിണി നക്ഷത്രത്തിൽ അർദ്ധരാത്രിയിലാണ് കാരാഗ്രഹത്തിൽ, മധുരയിലെ കാരാഗ്രഹത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചത്. രാമൻ അയോധ്യയിലാണ് ജനിച്ചത്. ലങ്കയും രാമസേതുവും രാമേശ്വരവും ശബരി അഗസ്ത്യകൂടവും ജടായുപ്പാറയും മിഥിലയും സരയുവും സർവ്വതും ഇവിടെ തന്നെയുണ്ട്. ഇപ്പോൾ നമ്മളുടെ രാജ്യത്തിൻ്റെ സ്ഥലനാമങ്ങളിൽ അധികവും രാമായണവും മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് ചരിത്ര സംഭവങ്ങളാണ്. ഇതിനെ നമ്മൾ പറഞ്ഞ് നന്നാക്കാനോ പറഞ്ഞ് മോശമാക്കാനോ നിൽക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. നമുക്ക് രാമനും കൃഷ്ണനും പോരാ എന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി അതിനേക്കാൾ നന്നായിട്ട് ജീവിക്കുക. നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം, ചരിത്രത്തിൽ ഇടം പിടിക്കുക. ഈ നാടിൻ്റെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും സങ്കടങ്ങളെയും ഒക്കെ തീർക്കുവാൻ പാകത്തിന് ജ്ഞാനാവതാരങ്ങളും കർമാവതാരങ്ങളുമാകുക. ഒരു ദിവസം പോയിട്ടൊരു നിമിഷം പോലും നമുക്കങ്ങനെ ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളുടെ പൂർവികരെ നമ്മൾ പഴിച്ചിട്ട് എന്താണ് കാര്യം? നമ്മളുടെ പൂർവികരുടെ, നമ്മളുടെ അച്ഛനെയും അമ്മയെയും അല്ലെങ്കിൽ നമ്മളുടെ അപ്പൂപ്പനെയും അമ്മൂമ്മയും ഒന്നും പഴിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ പിഴവുകൾ തീർത്ത് അതിനേക്കാൾ കഴിവുള്ളവരായിട്ട് നമ്മൾ മാറുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ മാറുമ്പോൾ നമ്മളെ ഈ പ്രജാലോകം ദൈവത്തെ പോലെ പട്ടാഭിഷേകം ചെയ്യും, ആരാധിക്കും, അവതാരമായി വാഴ്ത്തും, അവതാരത്തെ പോലെ പുകഴ്ത്തും. ചരിത്രങ്ങൾ നമ്മൾക്ക് ഗുണം നൽകുന്ന പാഠങ്ങളാകട്ടെ. ചരിത്ര നായകന്മാർ നമ്മളുടെ മനസ്സിനെ നയിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം.